നമസ്കാരം. അങ്ങനെ ഏറെ ഉദ്വേഗപരമായ നിമിഷങ്ങൾക്ക് ശേഷം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നിരിക്കുന്നു. മൃഗീയ ഭൂരിപക്ഷത്തോടെ UDF സർക്കാർ അധികാരത്തിൽ വരാൻ പോവുകയാണ്. മുഖ്യമന്ത്രി ആര് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തീരുമാനമാവുന്നതേ ഉള്ളൂവെങ്കിലും ചില കാര്യങ്ങൾ പറയാനാണ് ഇന്ന് ഈ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ചില കാര്യങ്ങളെ കുറിച്ച് നിങ്ങളെ ധരിപ്പിക്കാനാണ്. നിങ്ങൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ബോസ്വാലയിൽ എന്താ പൊളിറ്റിക്കൽ വീഡിയോ ചെയ്യുകയാണോ എന്നുള്ളത്. ഇത് രാഷ്ട്രീയപരമായ ഉദ്ദേശത്തോടു കൂടിയ ഒരു വീഡിയോ അല്ല. ഇന്ന് ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പ് UDF സർക്കാർ കൊണ്ടുവന്ന ഒരു ഇലക്ഷൻ മാനിഫെസ്റ്റോ അല്ലെങ്കിൽ പ്രകടന പത്രികയിൽ കൊണ്ടുവന്നിരിക്കുന്ന പ്രധാനപ്പെട്ട പദ്ധതികൾ അല്ലെങ്കിൽ സ്കീമുകളെ കുറിച്ചാണ്. ആ സ്കീമുകൾ സർക്കാർ നടപ്പിലാക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാം. പക്ഷെ നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ സർക്കാർ നിലവിൽ വന്നാൽ കൊണ്ടുവരാൻ പോകുന്ന പ്രധാനപ്പെട്ട പദ്ധതികൾ എന്തൊക്കെയാണ്, ആ പദ്ധതികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അക്കോർഡിംഗ് ടു ദ ഇലക്ഷൻ മാനിഫെസ്റ്റോ ഓഫ് UDF. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. കാരണം ഈ ഓരോ സ്കീമുകളെയും കുറിച്ച് എന്തൊക്കെ തരത്തിലുള്ള സ്കീമുകളാണ് കൊണ്ടുവരാൻ പോകുന്നത്, അത് ആർക്കൊക്കെയാണ് ഉപകാരപ്രദമാവാൻ പോകുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ഈ സർക്കാർ കൊണ്ടുവരാൻ പോകുന്ന പദ്ധതികളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബോസ്വാല മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഞാൻ അവിനാഷ്. കേരള അസംബ്ലി ഇലക്ഷൻ എന്ന് പറയുന്നത്, കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേവലം പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു യുദ്ധം മാത്രമല്ല, രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു രണ്ട് ചേരികൾ തമ്മിലുള്ള ഒരു യുദ്ധം മാത്രമല്ല. രണ്ട് മുന്നണികൾ തമ്മിൽ മത്സരിക്കുന്ന സമയത്ത് രണ്ട് മുന്നണികളും തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ മുന്നോട്ട് വയ്ക്കും. അതിൽ ഏത് മുന്നണിയാണോ ജയിക്കുന്നത് അവരുടെ വാഗ്ദാനം അവരുടെ ഭരണ കാലയളവിൽ അവർ പാലിക്കുകയും ചെയ്യും. ഇതാണ് സാധാരണയായിട്ട് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ സംഭവിക്കുന്നത്. സോ ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ UDF സർക്കാർ അധികാരത്തിൽ വരാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ UDF പ്രകടന പത്രികയിൽ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. 2026 UDF പ്രകടന പത്രിക പ്രധാനമായിട്ടും ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിൽ അല്ലെങ്കിൽ ആ ഒരു പേരിലാണ് പ്രധാനമായിട്ടും ബിൽഡ് ചെയ്തിരിക്കുന്നത്. ജനങ്ങളുടെ ദൈനംദിന ജീവിതം കൂടുതൽ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ, മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് ഈ ഒരു ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിൽ ചില പദ്ധതികൾ കൊണ്ടുവരുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഉൾപ്പെട്ടിരിക്കുന്നത് എന്തൊക്കെയാണ്? ഒന്ന്, സാമ്പത്തിക സഹായങ്ങൾ, വെൽഫെയർ സ്കീമുകൾ, അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, ഹെൽത്ത് കെയർ, മാത്രമല്ല ജോലികളും ബിസിനസ് ഓപ്പർച്യൂണിറ്റികളും, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ ഉന്നമനത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു പ്രകടന പത്രികയിൽ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിൽ ഇത്തരത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. ഈ ഒരു സ്കീമുകളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം വളരെ ക്ലിയർ ആണ്. അതായത് ജനങ്ങൾക്ക് കൂടുതൽ വേഗത്തിൽ ഇതിന്റെ ബെനിഫിറ്റുകൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. എസ്പെഷ്യലി സ്ത്രീകൾ, അതുപോലെ തന്നെ യുവതി-യുവാക്കൾ, മാത്രമല്ല ചെറിയ വരുമാനമുള്ള കുടുംബങ്ങൾ. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ ഓരോന്നായിട്ട് പരിശോധിച്ച് നോക്കാം. ആദ്യത്തെ വാഗ്ദാനം എന്ന് പറയുന്നത് ഗവൺമെന്റ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പ്രതിമാസം 3000 രൂപ വെൽഫെയർ പെൻഷനായി ലഭിക്കും എന്നുള്ളതാണ്. മുതിർന്ന പൗരന്മാർ, വിധവകൾ അല്ലെങ്കിൽ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് വെൽഫെയർ പെൻഷൻ നൽകുക. നിലവിൽ ഇതിലുള്ളത് 2000 രൂപയാണ്. അത് 3000 രൂപയാക്കി ഉയർത്തിക്കൊണ്ട് ഈ പെൻഷൻ, വെൽഫെയർ പെൻഷൻ നൽകും എന്നാണ് UDF പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്ന്. മറ്റൊരു പ്രധാനപ്പെട്ട വാഗ്ദാനം എന്ന് പറയുന്നത് KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് നിത്യ ചെലവ് കുറച്ചുകൊണ്ട് അവരുടെ ട്രാൻസ്പോർട്ടേഷൻ കൂടുതൽ എളുപ്പത്തിലാക്കാൻ, അവരുടെ യാത്രാ സൗകര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിലാക്കുന്നതിനായിട്ട് KSRTC ബസ്സുകളിൽ, കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ടേഷൻ കോർപ്പറേഷന്റെ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കും എന്നുള്ളതാണ് UDFന്റെ പ്രകടന പത്രികയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സോ ഇതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ ധാരാളമായിട്ട് നടക്കുന്നുണ്ട് സമൂഹത്തിൽ തന്നെ. അതായത് ഈ ഒരു സൗജന്യ ബസ് യാത്ര KSRTCയിൽ അനുവദിക്കുകയാണെങ്കിൽ അതിന്റെ നേട്ടവും കോട്ടവും എന്തൊക്കെയാണെന്ന തരത്തിൽ ധാരാളം ഡിസ്കഷനുകൾ സോഷ്യൽ മീഡിയയിലും മറ്റും നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മളിപ്പോൾ അനലൈസ് ചെയ്യുന്നത് ഈ ഒരു പ്രകടന പത്രികയിലെ കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ്. അല്ലെങ്കിൽ ഈ ഒരു പ്രകടന പത്രികയിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, സർക്കാർ വരുന്ന സമയത്ത് നടപ്പിലാക്കാൻ പോകുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്നതിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ നെഗറ്റീവ് പോസിറ്റീവ് വശങ്ങൾ ഉണ്ടാകും, അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ജസ്റ്റ് പെരിഫറൽ ആയിട്ട് എന്തൊക്കെയാണ് ടോപ്പിക്, എന്തൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ്, അത്ര മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോളേജിൽ പോകുന്ന പെൺകുട്ടികൾക്ക് പ്രതിമാസം 1000 രൂപയുടെ സാമ്പത്തിക സഹായം നൽകുന്നു എന്നുള്ളതാണ്. കോളേജിൽ നിന്നുള്ള ഡ്രോപ്പ് ഔട്ട് റേറ്റുകൾ കുറയ്ക്കുന്നതിനായിട്ടും പെൺകുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടം കൂടുതൽ സുഗമമാക്കുന്നതിനായിട്ടുമുള്ള ഒരു സാമ്പത്തിക സഹായമായിരിക്കും ഇത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാഗ്ദാനം എന്ന് പറയുന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഒരു ഇൻഷുറൻസ് സ്കീമാണ്. ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് നൽകുന്ന ഒരു പദ്ധതിയാണ് ഇത്. ഉമ്മൻചാണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി എന്നാണ് ഈ ഒരു പദ്ധതിയെ UDF വിളിക്കുന്നത്. ഇത് എങ്ങനെയാണ് പ്രാവർത്തികമാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ കുടുംബങ്ങൾക്കാണ് ഇത് ലഭിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യും. കാരണം ഈ ഒരു പദ്ധതി നിലവിൽ വന്നതിന് ശേഷം ഓരോ പദ്ധതിയും അനലൈസ് ചെയ്തുകൊണ്ട് ഓരോ പദ്ധതിയുടെയും എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരും. മറ്റൊരു പ്രധാനപ്പെട്ട വാഗ്ദാനം എന്ന് പറയുന്നത് യുവതി-യുവാക്കൾ
യുവാക്കൾക്ക് പലിശരഹിത വായ്പ നൽകും എന്നുള്ളതാണ്. യുവതി യുവാക്കൾക്ക് എന്ന് പറയുന്ന സമയത്ത് യുവ സംരംഭകർക്കാണ് പ്രധാനമായിട്ടും ഇത് നൽകുന്നത്. ഒരു ബിസിനസ് തുടങ്ങുന്നതിനായിട്ട് 5 ലക്ഷം രൂപ വരെ ആയിരിക്കും പലിശരഹിത വായ്പ ലഭിക്കുന്നത്. സോ UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് ഈ 5 പോയിന്റുകളാണ്, അല്ലെങ്കിൽ ഈ ഒരു 5 പദ്ധതികളാണ്. സോ എന്തൊക്കെയാണത്? 3000 രൂപ പ്രതിമാസ വെൽഫെയർ പെൻഷൻ, സ്ത്രീകൾക്ക് സൗജന്യ KSRTC ബസ് യാത്ര, കോളേജിൽ പോകുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപയുടെ പ്രതിമാസ ധനസഹായം, അതുകൂടാതെ ഉമ്മൻചാണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം എന്ന പേരിൽ 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ഓരോ കുടുംബത്തിനും. മാത്രമല്ല യുവ സംരംഭകർക്ക് ബിസിനസ് തുടങ്ങുന്നതിനായിട്ട് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ. ഇത്രയുമാണ് UDF മാനിഫെസ്റ്റോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് പറയുന്നത്. തീർന്നിട്ടില്ല. സ്ത്രീകളെയും കുടുംബങ്ങളെയും ഫോക്കസ് ചെയ്യുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള പദ്ധതികളും UDF മാനിഫെസ്റ്റോയിൽ പറയുന്നുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടത് ഈ പറഞ്ഞ സൗജന്യ യാത്ര, അതുപോലെ തന്നെ സാമ്പത്തിക സഹായങ്ങൾ, കൂടാതെ വെൽഫെയർ എക്സ്പാൻഷനും. ഈ സ്കീമുകൾ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് സ്ത്രീകളുടെ സുരക്ഷ, ആരോഗ്യം, അതുപോലെ തന്നെ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നിവയാണ്. ഹെൽത്ത് കെയർ ആണ്, അല്ലെങ്കിൽ ആരോഗ്യ മേഖലയാണ് മറ്റൊരു പ്രധാനപ്പെട്ട പില്ലർ എന്ന് പറയുന്നത്. ഹെൽത്ത് കെയർ സെക്ഷനിലേക്ക് വരുന്ന സമയത്ത് UDF പ്രധാനമായിട്ടും വാഗ്ദാനം ചെയ്യുന്നത് ഒന്ന് പാവപ്പെട്ട രോഗികൾക്കുള്ള സൗജന്യ ഡയാലിസിസ്, അതുപോലെ തന്നെ ജനറൽ ഹോസ്പിറ്റലുകളുടെ വികസനം, മാത്രമല്ല ആശുപത്രികളിൽ ഒരു രോഗി പോലും തറയിൽ കിടന്നുറങ്ങാൻ പാടില്ല എന്ന രീതിയിലുള്ള മാറ്റങ്ങൾ. കൂടാതെ എല്ലാ പഞ്ചായത്തുകളിലും ആംബുലൻസ് സർവീസ്, മാത്രമല്ല മൊബൈൽ കീമോതെറാപ്പി യൂണിറ്റുകൾ. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ UDF പ്രകടന പത്രികയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. കേരളത്തെ ഒരു വേൾഡ് ക്ലാസ് ഹെൽത്ത് ഡെസ്റ്റിനേഷൻ ആക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് UDF പറയുന്നത്. അപ്പോൾ പുതുതായി വരാൻ പോകുന്ന സർക്കാരിന്റെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇൻ ബിറ്റ്വീൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ ലൈഫ് വളരെ സെക്യൂർഡ് ആക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ലൈഫ് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന്റെ ലൈഫും സാമ്പത്തികമായിട്ട് സുരക്ഷിതമാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെയാണ് ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസ് നിങ്ങളെ സഹായിക്കുന്നത്. പ്രതിമാസം വെറും 595 രൂപ പ്രീമിയത്തിൽ നിങ്ങൾക്ക് ആക്സിസ് മാക്സിൽ നിന്നും ലൈഫ് ഇൻഷുറൻസ് വാങ്ങാവുന്നതാണ്. മാത്രമല്ല 1 കോടി രൂപയുടെ കവറേജും ഇവിടെയുണ്ട്. 99.70% ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോയും ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസിലുണ്ട്. കൂടാതെ എലിജിബിൾ ആയിട്ടുള്ള എല്ലാ ക്ലെയിമുകളും വെറും 3 മണിക്കൂറിനുള്ളിൽ സെറ്റിൽ ചെയ്യുന്നു. മാത്രമല്ല ആദ്യത്തെ 1 വർഷത്തെ പ്രീമിയത്തിന് 15% ഡിസ്കൗണ്ടും ഉണ്ട്. നിങ്ങൾ ആക്സിസ് മാക്സിൽ നിന്നും ലൈഫ് ഇൻഷുറൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വാങ്ങാവുന്നതാണ്. ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ വീഡിയോ. യങ് ജനറേഷനിലേക്ക് വരുന്ന സമയത്ത്, യുവാക്കളിലേക്ക് വരുന്ന സമയത്ത് തൊഴിൽ സാധ്യതകളും ബിസിനസ് സാധ്യതകളും ഉയർത്തുക എന്ന ലക്ഷ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. സ്റ്റാർട്ടപ്പുകൾക്ക് പലിശരഹിത ലോൺ, അതുപോലെ തന്നെ MSMEകൾക്കുള്ള സഹായം, പുതിയ പദ്ധതികൾ തുടങ്ങാനുള്ള പ്ലാനുകൾ, മാത്രമല്ല സ്കിൽ ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റികളും സ്കോളർഷിപ്പുകളും, അതുപോലെ തന്നെ മിഷൻ സമുദ്ര എന്ന പേരിലുള്ള പ്രോജക്റ്റും, കൂടാതെ വ്യാവസായിക വികസന പദ്ധതികളും UDF മാനിഫെസ്റ്റോയിൽ പറയുന്നു. കൂടാതെ കൃഷിക്കാരെയും തൊഴിലാളികളെയും ഈ ഒരു പ്രകടന പത്രിക അഭിമുഖീകരിക്കുന്നുണ്ട്. ഒന്ന്, വിളകൾക്ക് കൂടുതൽ വില നൽകുക, അവരെ അതുമൂലം സഹായിക്കുക. അതുപോലെ തന്നെ ആശാ വർക്കർമാർക്ക് കൂടുതൽ വേതനം നൽകുക. പ്രതിദിനം 700 രൂപയായിരിക്കും ഇത് എന്നാണ് UDF മാനിഫെസ്റ്റോ പറയുന്നത്. കൂടാതെ അനൗപചാരികമായിട്ടുള്ള ജോലികൾ ചെയ്യുന്നവർക്ക് വെൽഫെയർ സ്കീമുകളും ഉറപ്പ് നൽകുന്നു. സോ UDF മാനിഫെസ്റ്റോ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് വെൽഫെയറിനെയും അതുപോലെ ജനങ്ങളിലേക്ക് കൂടുതൽ കേന്ദ്രീകരിക്കുന്ന രീതിയിലുമാണ്. ഈ മാനിഫെസ്റ്റോ പ്രധാനമായിട്ടും പ്രോമിസ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, ആളുകളുടെ കയ്യിൽ കൂടുതൽ പണം ഉണ്ടാവുക. രണ്ടാമത്തേത്, സൗജന്യമായിട്ടുള്ള അല്ലെങ്കിൽ സബ്സിഡി നിരക്കിലുള്ള സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. കൂടാതെ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ആരോഗ്യ മേഖല ഉണ്ടാക്കിയെടുക്കുക. മാത്രമല്ല യുവാക്കൾക്കും അതുപോലെ തന്നെ സംരംഭകർക്കും കൂടുതൽ സപ്പോർട്ട് നൽകുക എന്നീ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും UDF പ്രകടന പത്രിക മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ഏതൊക്കെ സ്കീമുകളായിരിക്കും ആദ്യം നടത്തുന്നത്, ഏറ്റവും വേഗത്തിൽ ഏതൊക്കെയാണ് നടക്കാൻ പോകുന്നത്, ഇതെല്ലാം നടപ്പിലാക്കപ്പെടുമോ? അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഈ സർക്കാർ സത്യപ്രതിജ്ഞ എടുത്ത് അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. ഏറെ ശുഭപ്രതീക്ഷകളോടെ നമുക്ക് ഈ ഒരു സർക്കാരിനെ നോക്കി കാണാം. കാരണം എന്തൊക്കെ പദ്ധതികളാണ്, ഏതൊക്കെ തരത്തിലുള്ള പുതിയ പുതിയ സ്കീമുകളാണ് നമുക്ക് ഇനി വരാൻ പോകുന്നത്. ഈ പ്രകടന പത്രികയിൽ ഇപ്പോൾ മുന്നോട്ട് വെക്കാത്ത കാര്യങ്ങൾ പുതിയ സ്കീമുകളായിട്ട് മുന്നോട്ട് വരുമോ എന്നുള്ള കാര്യവും വളരെ ആകാംക്ഷാഭരിതമായിട്ട് നമുക്ക് നോക്കാം. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതൊരു രാഷ്ട്രീയ സംബന്ധമായ വീഡിയോ അല്ല, ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള തരത്തിലുള്ള ഒരു വീഡിയോ ഒന്നുമല്ല. ഇത് നമ്മൾ സാധാരണ ബോസ്വാലയിൽ ചെയ്യുന്നത് ഒരുപാട് സ്കീമുകൾ, ഒരുപാട് ഗവൺമെന്റ് സ്കീമുകൾ ജനങ്ങളിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും ആളുകൾക്ക് പല സ്കീമുകളെ കുറിച്ചും ധാരണയില്ലാത്ത അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള സ്കീമുകൾ തേടി പിടിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്, ബോസ്വാലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു UDF പ്രകടന പത്രികയിൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള സ്കീമുകൾ ജനങ്ങളിലേക്ക്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ സ്കീമുകൾ എന്നത് എണ്ണി എണ്ണി പറയുക. അതുപോലെ തന്നെ ഈ സ്കീമുകൾ ഓരോന്നായിട്ട് പ്രാവർത്തികമാകുന്ന സമയത്ത് ആ സ്കീമുകളെ സംബന്ധിക്കുന്ന കൂടുതൽ ഡീറ്റെയിൽസ്, A to Z ഡീറ്റെയിൽസ് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ടതിന് ഏവർക്കും നന്ദി. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ആയിട്ടും എഴുതാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. ബോസ്വാല, ബി ദ ബോസ്.